അറബ് നാടിന്റെ ആകാശം മിസൈലുകൾ കൊണ്ട് ചുവന്നിരിക്കുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്നു. അങ്ങ് ദൂരെ യുദ്ധഭൂമിയിൽ ചോരപ്പുഴകൾ കടലായി ഇരമ്പുമ്പോഴും വൈറ്റ് ഹൗസിലെ ശീതീകരിച്ച ചില്ലുമുറികളിൽ നിശബ്ദതയാണ്. അവിടെ മനുഷ്യന്റെ നിലവിളികളില്ല, മറിച്ച് ലാഭത്തിന്റെ കണക്കുകൾ കൂട്ടുന്ന തിരക്കാണ് അവിടെ. രക്തം കിനിയുന്ന മണ്ണിൽ ലാഭത്തിന്റെ വിത്തുകൾ പായുന്ന ആയുധ ലോബികളുടെ കൈപ്പിടിയിലെ കളിപ്പാവയായി ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ബോംബുകൾ വീഴുമ്പോൾ, അവിടെ അനാഥരാകുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഉയരുമ്പോൾ, അമേരിക്കൻ ഖജനാവിന്റെ ലാഭം ലക്ഷം കോടികളായി വളരുന്നത് എങ്ങനെയാണ്? ഓരോ തുള്ളി ചോരയ്ക്കും പകരമായി വൈറ്റ് ഹൗസിലെ കണക്ക് പുസ്തകങ്ങളിൽ ഡോളറുകൾ കുന്നുകൂടുന്നത് ഏത് മായാജാലത്തിലൂടെയാണ്? ആഗോള ആയുധ വിപണിയും രാഷ്ട്രീയ ശക്തിയും കൈകോർക്കുന്ന ആ ഭയാനകമായ വാണിജ്യ തന്ത്രം എന്താണ്? നമുക്ക് നോക്കാം. അമേരിക്കയുടെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ആയുധ കയറ്റുമതി. ഇറാൻ ഒരു ഭീഷണിയായി നിൽക്കുമ്പോൾ ഇറാന്റെ അയൽ രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, ഇസ്രായേൽ തുടങ്ങിയവർക്ക് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാതെ നിലനിൽപ്പില്ല. ഇറാൻ മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ അവയെ തടയാൻ ഇസ്രായേലിന് അയൺ ഡോം അല്ലെങ്കിൽ പേട്രിയറ്റ് മിസൈലുകൾ വേണം. ഓരോ തവണ ഇറാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് മിസൈൽ വിക്ഷേപിക്കുമ്പോഴും കോടിക്കണക്കിന് ഡോളർ അമേരിക്കൻ കമ്പനികളായ ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ് എന്നിവയുടെ അക്കൗണ്ടിൽ എത്തുന്നു. യുദ്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രാജ്യങ്ങൾ ആയുധങ്ങൾക്കായി അമേരിക്കയെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കും. യുദ്ധം അവസാനിച്ചാൽ ഈ കോടിക്കണക്കിന് ഡോളറിന്റെ വിപണി ഇല്ലാതാകും. കൂടാതെ പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ലോക വിപണിയിൽ എണ്ണവില വർദ്ധിക്കും. ഇത് അമേരിക്കയ്ക്ക് രണ്ട് തരത്തിലാണ് ഗുണകരമാവുക. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിൽ ഒന്ന് അമേരിക്കയാണ്. എണ്ണവില കൂടുമ്പോൾ അമേരിക്കൻ ഷെൽ കമ്പനികൾക്ക് വൻ ലാഭം ലഭിക്കുന്നു. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള എണ്ണയും ഗ്യാസും തടസ്സപ്പെടുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഇന്ധനം കൂടുതൽ വലിയ വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നു. ആഗോള ആയുധ കച്ചവടത്തിന്റെ കുത്തക കയ്യിലിരിക്കുന്ന അമേരിക്കയുടെ തലപ്പത്തേക്ക് യുദ്ധത്തെയും അധിനിവേശത്തെയും ഗ്ലോറിഫൈ ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലൊരു നേതാവ് എത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തെ ഇന്നത്തെ രീതിയിൽ മാറ്റിമറിച്ചതിൽ ട്രംപ് വഹിച്ച പങ്ക് വലുതാണ്. 58,000 കോടി രൂപ ആസ്തിയുള്ള ഒരു കൂറ്റൻ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ് അദ്ദേഹം. 500-ലധികം കമ്പനികൾ ചേർന്ന ട്രംപ് ഓർഗനൈസേഷനാണ് ട്രംപിന്റെ സാമ്പത്തിക ശക്തി. എന്നാൽ ഈ സമ്പാദ്യത്തിന് പിന്നിൽ ആയുധ കമ്പനികളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കഥകളുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ സാമ്രാജ്യ സംവിധാനങ്ങൾക്ക് അടിത്തറ കെട്ടിയത് പിതാവായ ഫ്രെഡ് ട്രംപ് ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സർക്കാർ നൽകിയ ഭവന നിർമ്മാണ സബ്സിഡികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സ്വന്തമാക്കിയാണ് ഫ്രെഡ് തന്റെ സാമ്രാജ്യം വളർത്തിയത്. സർക്കാർ നൽകിയ ലോൺ തുകയേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ ഫ്രെഡ് കെട്ടിടങ്ങൾ പണിയുകയും ബാക്കി വരുന്ന ലക്ഷക്കണക്കിന് ഡോളർ സ്വന്തം കീശയിലാക്കുകയും ചെയ്തു എന്ന ആരോപണങ്ങൾ അന്ന് സജീവമായിരുന്നു. മകന് പാരമ്പര്യമായി കിട്ടിയത് കോടിക്കണക്കിന് ഡോളറുകൾ മാത്രമല്ല, നിയമങ്ങളെ എങ്ങനെ വളച്ചൊടിക്കാമെന്ന കുടില തന്ത്രം കൂടിയായിരുന്നു. സ്വകാര്യ ജീവിതത്തിലും വഞ്ചനയുടെയും അടിച്ചമർത്തലിന്റെയും ചരിത്രമാണ് ട്രംപിനുള്ളത്. തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളെ പണം കൊടുത്ത് നിശബ്ദമാക്കാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചു. സത്യം പറയുന്നവരുടെ നാവടക്കാൻ ഡോളറുകൾ എറിഞ്ഞു കൊടുക്കുന്ന ഈ ശൈലി നീതിന്യായ വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്നതായിരുന്നു. ഒരു വശത്ത് ധാർമ്മികത പ്രസംഗിക്കുമ്പോഴും മറുവശത്ത് അധാർമികതയുടെ ചെളിക്കുണ്ടിലായിരുന്നു ട്രംപ് തന്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. 1990-കളിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വെച്ച് ട്രംപ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആരോപിച്ച് എഴുത്തുകാരി ജീൻ കാരലിൻ രംഗത്ത് വന്നു. ട്രംപ് വിട്ടുകൊടുത്തില്ല. പൊതു ഇടങ്ങളിൽ അവരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി പ്രതികാരം ചെയ്തു. തുടർന്ന് കാരലിൻ കൊടുത്ത കേസിൽ അവരെ അപകീർത്തിപ്പെടുത്തിയതിന് $83 മില്യൺ നഷ്ടപരിഹാരം നൽകാൻ ട്രംപിന് കോടതി ഉത്തരവിട്ടു. 2016-ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് താനുമായി ബന്ധമുണ്ടായിരുന്ന പോൺ താരം സ്റ്റോമി ഡാനിയൽസിന് സത്യം പുറത്തു പറയാതിരിക്കാൻ ട്രംപ് $1 കോടിയിലധികം നൽകിയെന്ന കേസ് വന്നു. തന്റെ അഭിഭാഷകൻ മൈക്കിൾ കോൻ വഴി ഈ പണം അദ്ദേഹം നൽകുകയായിരുന്നു. ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടി പണം കൈമാറിയെന്ന കുറ്റത്തിന് ന്യൂയോർക്ക് കോടതി ട്രംപിനെ കുറ്റക്കാരനായി വിധിക്കുകയും ചെയ്തിരുന്നു. 80-കളിൽ ന്യൂയോർക്കിലെ നിർമ്മാണ മേഖലയിലും കാസിനോ ബിസിനസ്സിലും ട്രംപ് വളർന്നത് മാഫിയ തലവന്മാരുടെ തണലിലായിരുന്നു എന്ന് FBI റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. പിൽക്കാലത്ത് സ്വന്തം ആസ്തി കോടിക്കണക്കിന് ഡോളർ വർദ്ധിപ്പിച്ചു കാട്ടി ബാങ്കുകളെ കബളിപ്പിച്ചതിനും നികുതി വെട്ടിച്ചതിനും ട്രംപ് നിരവധി വിചാരണകൾ നേരിട്ടു. ജയിൽവാസം വരെ എത്താവുന്ന കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ട് നിയമത്തിന്റെ പഴുതുകളിലൂടെയും ഉന്നത സ്വാധീനത്തിലൂടെയും അദ്ദേഹം ഓരോ തവണയും രക്ഷപ്പെട്ടു. അറ്റ്ലാന്റിക് സിറ്റിയിലെ കാസിനോ ബിസിനസ്സിലും ഇത്തരം അധോലോക ഇടപാടുകൾ വ്യാപകമായിരുന്നു. നിയമങ്ങൾക്കും ഭരണകൂടത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന മാഫിയ ശൈലി ട്രംപിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും പിൽക്കാലത്ത് നീളിക്കുന്നത് കാണാം. 2020-ലെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ട്രംപ് ശാന്തനായിരുന്നില്ല. തന്റെ തോൽവി അംഗീകരിക്കാൻ വിസമ്മതിച്ച അദ്ദേഹം അനുയായികളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചു. നമ്മുടെ രാജ്യം തിരിച്ചു പിടിക്കണമെന്ന ട്രംപിന്റെ ആഹ്വാനം കേട്ട് ആവേശമൂത്ത ജനക്കൂട്ടം നേരെ നീങ്ങിയത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ക്യാപിറ്റോൾ ഹില്ലിലേക്കായിരുന്നു. അവിടെ ജോ ബൈഡന്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ നടക്കുകയായിരുന്നു. എന്നാൽ ബാരിക്കേഡുകൾ തകർത്ത്, ജനൽ ചില്ലുകൾ തല്ലിത്തകർത്ത് ആയുധങ്ങളുമായി ഒരു വലിയ സംഘം അകത്തേക്ക് ഇരച്ചു കയറി. സെനറ്റർമാരും ഉദ്യോഗസ്ഥരും ജീവൻ രക്ഷിക്കാൻ രഹസ്യ അറകളിലേക്ക് ഓടി. അന്ന് ട്രംപ് അനുകൂലികളുടെ ആക്രമണത്തിൽ 5 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായും ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയായും ഈ ദിവസം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു.
സ്വന്തം രാജ്യത്തെ ജനാധിപത്യത്തെ പോലും വെല്ലുവിളിച്ച ചരിത്രമാണ് ട്രംപിനുള്ളത്. ഈ അക്രമാസക്തമായ മനോഭാവം കേവലം രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് അത് അമേരിക്കൻ ആയുധ വിപണിയുടെ ലാഭനഷ്ട കണക്കുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മുൻഗാമിയായ ജോർജ് ബുഷിന് ഇറാഖിനെ ആക്രമിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപിന് അത്തരം കാരണങ്ങളില്ല. അദ്ദേഹത്തിന് ഇത് വെറും ബിസിനസ് മാത്രമാണ്. ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും വിധേയത്വത്തിലാക്കിയും അമേരിക്കൻ വിപണി വിപുലീകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുന്ന ഇന്ത്യയോട് പോലും ട്രംപ് പുലർത്തിയത് ചതി നിറഞ്ഞ നയതന്ത്രമായിരുന്നു. സുഹൃത്ത് എന്ന ഭാവത്തിൽ വരികയും എന്നാൽ താരിഫ് വിഷയത്തിൽ ഇന്ത്യയെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്ത ട്രംപിന്റെ രീതി വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ക്രൂരമുഖമാണ്. തന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മുൻപിൽ സദാചാരമോ സൗഹൃദമോ ട്രംപിന് തടസ്സമല്ല. ഇന്ത്യൻ അതിർത്തിയിൽ വന്ന ഇറാൻ കപ്പലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ട് ഇന്ത്യയുടെ പരമാധികാരത്തെ നോക്കി ട്രംപ് പല്ലിളിച്ച് കാട്ടുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം: അധികാരത്തിനായി ആരെയും ചതിക്കാൻ ട്രംപിന് അധികം സമയം വേണ്ടിവരില്ല. അധികാരം അവർക്ക് ലഹരിയാണ്, യുദ്ധം അവർക്ക് കച്ചവടമാണ്. ആ കച്ചവടത്തിൽ ബലിയാടാക്കപ്പെടുന്നത് സാധാരണക്കാരായ മനുഷ്യരും